ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ കുറച്ച് പ്രിപ്പറേഷൻസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ ഒരു തീമൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തത്. അവളുടെ ഒരു പ്ലേ മാറ്റ് ഉണ്ടായിരുന്നു, അതിലേക്കൊരു വൈറ്റിലൊരു ചെറിയൊരു റെഡ് ഡോട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ച് കൊടുത്തു. അതിനുശേഷം ടെൻ്റായിട്ട് ഞാൻ ഇവിടെ കുട്ടികളുടെ ടെൻ്റ് ഉണ്ടായിരുന്നു, കളിക്കുന്ന ടെൻ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അത് മൂന്നും കൂട്ടിയിട്ട് ടൈ ചെയ്ത് വെച്ചു. എന്നിട്ട് ടെൻറ്റ് പോലെ ആക്കിയിട്ട് ഒരു നെറ്റിൻ്റെ ഷോളിട്ട് കവർ ചെയ്തു. അതിൽ കുറച്ച് ഡെക്കറേഷൻ പോലെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ആ ഒരു സൈക്കിള് അത് വീട്ടിലുള്ളതായിരുന്നു, അത് ഡെക്കോർ പോലെ ഞാൻ അവിടെ വെച്ചു. പിന്നെ അവളുടെ ആ ഒരു ചെയർ, ഫുഡ് കൊടുക്കുന്ന ചെയറാണത്, അതിൽ ചെറിയൊരു നെറ്റിൻ്റെ ഷോളൊക്കെ ഇട്ട് അവളുടെ കുറച്ച് ടോയ്സും വീട്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ സെറ്റാക്കി ഈ ഒരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിൻ്റെ തീം റെഡിയാക്കി എടുത്തു. കുറച്ച് ബലൂൺസും മണ്ണെന്നൊക്കെ എഴുതിയുള്ള ആ ബോക്സൊക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതായിരുന്നു. പിന്നെ ഈ ഒരു ബേസ് ബോർഡ്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ബേസ് ബോർഡ് ആക്കി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്ത് വൈറ്റ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് ഞാനൊരു വിൻഡോ പോലെ വരച്ച് വെച്ചു. എന്നിട്ട് ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തു. എന്നിട്ട് അതിനകത്ത് മുഴുവനും റോസ് പെറ്റൽസും സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു ഫോട്ടോസും വീഡിയോസും കാണുന്ന രീതിയിലാക്കി ഞാൻ സെറ്റ് ചെയ്തെടുത്തു. ആ ഒരു വിൻഡോയുടെ ബാക്കിലായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പീസും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ റെഡിയാക്കിയത്. ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും പുറകിൽ ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് മോനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ ജസ്റ്റ് ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ. പിന്നെ കേക്ക് റെഡിയാക്കി എടുത്തു. ഇതിൻ്റെ സ്പഞ്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വാനില സ്പഞ്ചാണ്, അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ആ ഒരു സ്പഞ്ചിൽ ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രീം തേച്ച് അത് ഫിക്സ് ചെയ്ത് വെച്ചു. ഓരോ ലെയറിലും ക്രീം ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് സ്പഞ്ച് വെച്ചു. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ ഇടയിൽ വെക്കാം, പക്ഷെ ഞാനതൊന്നും വെച്ചില്ല. ഞാൻ വേഗം ചെയ്തതാണ്. ഇത് തന്നെ 2-3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും. എനിക്ക് ആഗ്രഹമായിരുന്നു അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ കേക്ക് ഉണ്ടാക്കണമെന്ന്. കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ ഒരു മെമ്മറിയും കൂടി. അപ്പോൾ അവളുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തു. പിന്നെ ക്രം കോട്ടിംഗ് എന്ന് പറയാനായിട്ട് ഭയങ്കര ഷാർപ്പ് എഡ്ജിലും ഭയങ്കര സ്മൂത്തായിട്ടും ഒരുപാട് ടൈമൊന്നും അതിലെടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത്, കാരണം അതിലെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ക്രം കോട്ട് ചെയ്താൽ മതി, അത്ര പെർഫെക്ഷനിൽ വരണമെന്നില്ല. അങ്ങനെയുള്ളൊരു ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു അവളുടെ ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തൊരു തീമിലുള്ള ഡിസൈനാണ് ചൂസ് ചെയ്തത്. ഇതുപോലെ റോസ് നോസിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ഡിസൈൻ ഇതുപോലെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ അതിൻ്റെ മേലെ സൈഡിലൊക്കെ ആയിട്ട് ജിപ്സം മുട്ട് ആ ഒരു ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് താഴത്തോട്ട് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു. പിന്നീട് ഓർത്തു, പിന്നെ അതിനൊന്നും നിന്നില്ല. റോസ് ഫ്ലവേഴ്സൊക്കെ വെച്ച് അങ്ങ് സെറ്റാക്കി ഇസ്വ മറിയെന്നുള്ള കസ്റ്റമൈസ്ഡ് ടോപ്പറും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പറൊക്കെ റെഡിയാക്കി വെച്ചു. ഒരു വൈറ്റ് ഫ്രോക്ക്, അതിൽ ചെറിയ റെഡ് റഫിൾസ് ഉള്ളൊരു ഫ്രോക്കാണ് അവൾക്ക്. പിന്നെ ഞാൻ മോനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തൊരു ഫ്രെയിമാണിത്. അതിലേക്ക് ആ ഒരു സൈസിൽ തന്നെ നല്ല ഷൈനിങ് ഉള്ളൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചു. ഇസ്വ മറിയം ടേൺസ് 1 എന്ന് എഴുതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പ്രിപ്പറേഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please like, share and subscribe our YouTube channel. Bye.